നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നതേ നമ്മൾ കുറേ ദിവസമായി കരുവാരകുണ്ട് ഷോറൂമിൽ നിന്ന് വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഇന്ന് അന്താ വിളിച്ചിട്ടൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. എന്തായാലും ഇന്ന് ഷോറൂമിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നാണ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കിടക്കുന്നത്. റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡൻ കളറിലൊക്കെ ഇന്ന് ഏകദേശം 8ഓളം ഡെലിവറിയാണ് സഫാരി കാർസിൽ നടക്കാൻ പോകുന്നത്. 5 വണ്ടി ഞങ്ങളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അന്താ അവിടെ ഉണ്ട്. എന്താണ് എപ്പോഴെല്ലാവരും ഡെലിവറി ജേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ 5 ഉള്ളൂല്ലോ. 3 പോളിഷിംഗിലാണ്. ഇന്നലെ വൈകുന്നേരം പോളിഷിംഗാരൊന്നും പെരക്ക് പോയിട്ടില്ല. എല്ലാവർക്കും പെരുന്നാളിന്റെ മുന്നേ ഡെലിവറി വേണം. അപ്പൊ പെരുന്നാൾ ഡെലിവറിയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആളുകള് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങുന്ന പോലെ പെരുന്നാൾ കച്ചവടം ഉണ്ട് അല്ലേ? ഈ പെരുന്നാൾ കച്ചവടത്തിൽ എനിക്ക് ഒരുപാട് മെമ്മറി ഉണ്ട് കേട്ടോ. കാരണം ഒരു ദിവസം നമ്മൾ കട കാലിയാക്കി പോയിരുന്നു നമുക്ക് ടൂർ പോകാൻ വേണ്ടിട്ട്. അല്ലാത്ത എല്ലാ വണ്ടി വിറ്റ് കാലിയാക്കിയ ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് 10 വണ്ടി 15 വണ്ടി നമ്മളെ ഷോറൂമിൽ ഉള്ളത് 5-8 കൊല്ലം മുന്നത്തെ കഥയാണ്. അപ്പൊ പെരുന്നാളിന് എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഡെലിവറി നടക്കാറുണ്ട്. അപ്പൊ ഇന്ന് അടിപൊളി ഡെലിവറികൾ നിങ്ങളെ കാണിക്കാം. കരിമ്പുലികളൊക്കെ ഉണ്ട്. കരിമ്പുലികളോ? മോഡിഫൈ ചെയ്ത സാധനം. അതേമാതിരി ഫുള്ള് മോഡിഫൈ ചെയ്ത കരിമ്പുലി താറ്. എന്നൊരു കാര്യം ചെയ്യാം, കസ്റ്റമർ വരുന്നതിന് മുന്നേ ആ മോഡിഫൈ ചെയ്ത ഫോർച്യൂണർ എനിക്കൊന്ന് കാണണം. ഇതാ വണ്ടി മാറ്റട്ടെ സൽമാൻ, ഞങ്ങൾ ഡെലിവറി എടുക്കാട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതായത് ഇത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പിന്നാലെ നടന്ന് നമ്മൾ തന്നെ ഇത് ക്ലിയർ ആക്കിയില്ലേ അച്ഛേ. കിഡില ലുക്ക്, അതായത് TRD കാര്യങ്ങളൊക്കെ ചെയ്തേ അടിപൊളി ലുക്കിലാണ് വണ്ടി ഉള്ളത്. ഇതേതാണ് മുതൽ പജീറോ സ്പോർട്ട്. പിന്നെ ഏതാണ് ഇത് കാണിക്കണോ? വലിച്ച പോരെ? അഫിയെ ഇജ്ജ് എപ്പോഴും കൊച്ചിന്നെത്തി? BNA മീറ്റിങ്ങിന് വന്നാണ് അല്ലേ? വാ, ഇതും അടിപൊളി താറാട്ടോ. നമ്മൾ ചെയ്ത അല്ല, ഇത് നമുക്ക് കിട്ടിയപ്പോ തന്നെ ഈ ലുക്കിലുണ്ട്. ഇത് കംപ്ലീറ്റ് നമ്മളെ സഫാരി ആക്സസറീസ് എന്ന് ചെയ്തതാണ്. സഫാരി ഓട്ടോമോട്ടീവ് ഒന്നും പെയിന്റിങ്ങും കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയാക്കി ചെയ്തതാണ്. പിന്നെ ഏതാ വണ്ടി? പിന്നെ കിയ സോണറ്റ് ഉണ്ട്. ഇതേമാതിരി തന്നെ ഇന്നോവ ഉണ്ട്. ഇതേമാതിരി ഫുള്ള് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച്. ഇന്നോവ ഞാൻ ഡെലിവറി എടുക്കട്ടെ? ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? അതായത് നമ്മളെ ആളുകൾക്ക് വണ്ടി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. രണ്ട് സിൽക്കി ഗോൾഡ് അല്ലേ? അപ്പൊ ആ എപ്പോഴും ഡെലിവറി മാറ്റിക്കോ. ഇതേ നല്ല വെയിലാട്ടോ. ഇത് നമ്മള് പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളി കുട്ടപ്പനാക്കി അല്ലേ? ചെയ്ത് ഇതേ കളറിൽ തന്നെ ടൈപ്പ് 3 പ്രൊജക്ടർ LED കയറ്റി ഒരു വണ്ടി കൂടെ ഉണ്ട്. പോളിഷിംഗ് കഴിഞ്ഞ് വരും. അതിന് ഗ്യാപ്പാണ് ഇട്ടത്. ഈ ഗ്യാപ്പാണ് അല്ലേ? അപ്പൊ 6 വണ്ടി നമ്മൾ ഒരുമിച്ച് മാഷാ അല്ലാഹ് ഡെലിവറി കൊടുക്കും അല്ലേ? അപ്പൊ ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ നാട് കടന്നു പോകുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അല്ലെ? നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക, യുദ്ധമൊക്കെ പെട്ടെന്ന് അവസാനിക്കട്ടെ. അതിന്റെയൊക്കെ ക്ഷീണങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട്. കസ്റ്റമറൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റാണ്ട് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. വണ്ടി എടുക്കാന്ന് പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരുപാട് സങ്കട ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്താം. നമ്മളെ കഴിയുള്ളൂ. കാരണം യുദ്ധം നടക്കുന്നത് അവിടെയാണ്. നമ്മൾ കരുതും ഇവിടെ ബാധിക്കൂല, പക്ഷെ നന്നായിട്ട് നമുക്ക് ഇവിടെ അതിന്റെ റിസൾട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാ ബിസിനസ്സിലും, നമ്മളത് നല്ല ചെറുകിട മുതൽ വൻകിട ബിസിനസ്സിൽ വരെ നമ്മളത് ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ടെൻഷൻ വരുമ്പോൾ, ഇപ്പൊ ഇവരൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ടെൻഷൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ അലേർട്ടായിട്ട് കൂടുതൽ വർക്ക് ചെയ്യാം. നമ്മൾ പേടിച്ച് ടെൻഷനായി ബാക്ക് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കൂടുതൽ എഫേർട്ട് ഇടും അല്ലെ? അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ നമ്മൾ മുന്നോട്ട് പോവാം. ഈ സമയവും കടന്നു പോകും അല്ലേ? എല്ലാ ലോക്ക്ഡൌൺ വന്നു, കൊറോണ വന്നു, പ്രളയം വന്നു, അതേപോലെ തന്നെ എല്ലാം കടന്നു പോകും. ആരും ടെൻഷൻ ആവണ്ട. കാരണം എനിക്ക് ദിവസത്തിൽ 1-2 കോള് വരും. എന്താ അൻഫാലെ ബിസിനസ് മട്ടോ, എന്താ കച്ചവടം മട്ടോ, എനിക്ക് ഇവിടെ അങ്ങനെയാണ് പ്രവാസികൾ വിളിക്കും. എന്താണ് എല്ലാം മൊത്തത്തിൽ പല ബിസിനസ്സുകാരും എന്നെ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യലുണ്ട്. ഞാൻ അവരോടൊക്കെ പറയലുണ്ട്, ഒന്നും ടെൻഷൻ ആവണ്ട. നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് അതിന്റെ ഇരട്ടി വർക്ക് ചെയ്യാം അല്ലേ? അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും സേഫ്റ്റി നോക്കുക. നമ്മൾ കൂടെ നിൽക്കുന്നവരെ സേഫ്റ്റി നോക്കുക. പെരുന്നാളാണ്, നോമ്പാണ് അല്ലേ? പഴയ പോലെ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കൂടെ നിൽക്കുക, കട്ടക്ക് നിൽക്കുക. അപ്പൊ നേരെ നമുക്ക് പുതിയ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട്. അപ്പൊ ഇനി കാണിക്കാനുള്ളത് 3 ജീപ്പ് കോമ്പസ് ഉണ്ട് അല്ലേ? ഇതിലൊരു ജീപ്പ് കോമ്പസ് ഒരു റയർ സാധനം ഉണ്ട്. ട്രയൽ ഹോക്ക്. ഇതാകെ കേരളത്തില് 100 ചില്ലാനം വണ്ടികളുള്ളൂ. ട്രയൽ ഹോക്ക് ഇറങ്ങിയിട്ടുള്ളൂ. 4x4 ഓട്ടോമാറ്റിക് പക്ക ഓഫ് റോഡ് സ്പെക്ക് സാധനമാണ്. ഫുള്ള് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ കിടിലം മുതല. ഈ ട്രയൽ ഹോക്ക് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് സാധനം അവൈലബിൾ ആയിട്ട് വളരെ കുറഞ്ഞ വണ്ടികളേ ഉള്ളൂ കിട്ടാനുള്ളൂ. 2020 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 85,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പ്രൈസ് ഇത് നമുക്കൊരു 16,90. ഇതില് 990 വണ്ടി ഉണ്ട്, 1.5 ലക്ഷം രൂപന്റെ വണ്ടി ഉണ്ട്. അതൊക്കെ ലിമിറ്റഡ് ആണ്. അതും ഫുൾ ഓപ്ഷൻ തന്നെയാണ്, ലിമിറ്റഡ് ആണ്, മാനുവൽ ആണ്. നമ്മള് ഡെലിവറിയിലെ വണ്ടികൾ മറ്റേ
മറ്റേ രണ്ടെണ്ണം കാണിക്കാത്ത എന്താ വെച്ചാൽ ഒന്ന് പജറോ സ്പോർട്ടും ഒന്ന് എർട്ടിക്കയാണ്. അത് നോർമൽ Kia Sonet ആണ്. അത് ഒറിജിനൽ വണ്ടി എങ്ങനെയാണുള്ളത് ആ ലുക്കിൽ തന്നെയാണ്. നമ്മൾ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ ലാൻഡ് ക്രൂസർ പ്രാഡോ ഡെലിവറിക്കായി കാത്തിരിക്കുകയാണ് അല്ലേ? നമ്മുടെ സ്വന്തം ലാൻഡ് ക്രൂസർ പ്രാഡോ അത് ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഡെലിവറിയിൽ കാണിക്കാം അല്ലേ? അപ്പൊ നമ്മൾ ആ താറ് ഡെലിവറി കൊടുക്കുന്ന അതേ ടൈമിൽ തന്നെ വീണ്ടും നമ്മളെടുത്ത് 3 താറ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇന്നോവ ഹൈക്രോസ് ഉണ്ട്, ടൊയോട്ട ഫോർച്യൂണർ ന്യൂ മോഡൽ ഉണ്ട്. അതെ. അപ്പൊ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു, നമ്മൾ കൊച്ചിയിൽ ഷോറൂം തുടങ്ങിയപ്പോഴേ കരുവാര കൊണ്ട് വണ്ടി കമ്മിയായോന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ? ഇല്ല, വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടികൾ സ്റ്റോക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഒക്കെ അടിപൊളിയായിട്ട് നടക്കും. കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ട്, ഇതൊക്കെ പാടെ വണ്ടി നിങ്ങളതാണോ അല്ലേ? കുറെ ആൾക്കാർ വന്നാൽ ചോദിച്ചു ഇതെല്ലാ വണ്ടി നിങ്ങളതാണ്. സഫാരി കാർസ് കയറിയ പിന്നെ വണ്ടി ഞങ്ങളതാണ്. എല്ലാ വണ്ടിയും ചിലപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയൊന്നും ആവില്ല. ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ സൗകര്യം ഉണ്ട്, നമ്മൾ പർച്ചേസ് ഉണ്ട്. അതായത് നമ്മൾ ഇത് എല്ലാവരും നമ്മളെ വണ്ടിയാണോ ചോദിക്കുമ്പോൾ സഫാരി കാർസിന്റെ ബോർഡ് കയറി ഷോറൂമിൽ കയറിയ പിന്നെ നമ്മളെ ഉത്തരവാദിത്തത്തിൽ നമ്മളെ വണ്ടിയാണ് അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞോളൂ, ഇതെല്ലാം ഞങ്ങളെ വണ്ടിയാണ്. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടിയുണ്ട്, നമ്മളെ സ്വന്തം വണ്ടികളുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെയിൽ സൗകര്യം നമ്മൾ കരുവാരകുണ്ട് ഷോറൂമിലും കൊച്ചി ഷോറൂമിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? ഏകദേശം ഒരു 100 വണ്ടികളൊക്കെ ഞങ്ങളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് വണ്ടികൾ ആവശ്യമുള്ള ആളുകൾക്കും വണ്ടി വിൽക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും. അതേപോലെ കരുവാരകുണ്ട് പ്രീമിയം കാർ ഇല്ലേ എന്നല്ല സംശയമുള്ളവർക്ക് ഇവിടെയും പ്രീമിയം കാറുകൾ ഉണ്ട്. BMW X1 ഉണ്ട്, റേഞ്ച് റോവർ യോക്ക്, കൂപ്പർ, BMW X5 എല്ലാം ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ഈ കാറ്റഗറി വിറ്റാര ബ്രസ ഓട്ടോമാറ്റിക് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ്. ബ്രസ ZXi പ്ലസ് ഓട്ടോമാറ്റിക് 9.25 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പുതിയ വില വരുന്ന വണ്ടിയാണ്. 15 ലക്ഷത്തിന്റെ മേലെ വില വരുന്ന വണ്ടിയാണ്. അപ്പൊ ബ്രസക്ക് ഇത്ര വിലയും ചിന്തിക്കണ്ട, മോഡൽ കൂടിയ വണ്ടിയാണ്. ZXi പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ ഇതോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന മോഡലാണ്. ഏകദേശം 9.25 നമുക്ക് കൊടുക്കാം. ഇത് നല്ല കിട്ടില്ല വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്. ഇന്നോവ ഹൈക്രോസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഹൈക്രോസ് 2025 മോഡല്. പുതിയത് ഷോറൂമിൽ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൊള്ളാൻ കഴിയുള്ളൂ. ടൊയോട്ടക്ക് കിട്ടാവുന്ന ഒരു ഡിപ്രിസിയേഷൻ അതിൽ വന്നിട്ടുണ്ട്. 38 ലക്ഷം റുപ്യാണ് പുതിയ പ്രൈസ് ചെയ്യുന്നത്. നമുക്ക് 35 കൊടുക്കാം. 35 ചെറിയ ഡിപ്രിസിയേഷൻ ഉള്ളതാണ്. 7,000 ഓടിയിട്ടുള്ളൂ, 8 മാസം പഴക്കമായിട്ട്. അതാണ് അതിന്റെ കണ്ടീഷൻ. അതായത് കിലോമീറ്ററും 8 മാസം പഴക്കവും. അപ്പൊ അത്ര ഒരു ടൊയോട്ടനെ സംബന്ധിച്ച് ആ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഡിപ്രിസിയേഷൻ ആണ്. വേറെന്നുണ്ട്, ZX കൊടുത്തത് 3 വർഷം പഴക്കായ വണ്ടി നമ്മൾ 4 ലക്ഷം റുപ്യ കുറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ 8 മാസം പഴക്കായപ്പോഴത്തേന് 3 ലക്ഷം കുറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇന്നോവകള്, ഫോർച്യൂണറുകള്, അതേപോലെ ടൊയോട്ട എത്തിയോസ് ലിവ, പിന്നെ WRV, ടിയാഗോ, പിന്നെ നെക്സോൺ ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട്. നെക്സോൺ മാനുവൽ ഡീസൽ ഉണ്ട്. പിന്നെ ഇന്നോവകള് 2014 ഒറിജിനൽ കേരള, 14 റീ രജിസ്ട്രേഷൻ എൻഒസിയിലുള്ള വണ്ടി, 2015 G4 കേരള രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടി, ഈ 2009 മുതൽ ടാക്സിയിലുള്ള വണ്ടി ഉണ്ട്. ഇന്നോവകളുണ്ട്, എല്ലാ ഐറ്റം സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ നടുവ് കൂടി നടന്ന് പറയാനുള്ള എനർജി നോമ്പായതുകൊണ്ട് ഇല്ല. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല വെയിലാണ് അല്ലേ? ഇവിടെ ഇപ്പൊ ഹംദാനാണ് ഫുള്ള് ചാർജ്, അവിടെ അസിമോനാണ് ഉള്ളത്. ബാക്കി ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലാണ് അല്ലേ? പക്ഷെ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ അപാരമായ സപ്പോർട്ട് ഉണ്ട്. എല്ലാവരോടും നന്ദിയും കടപ്പാടൊക്കെ. ഇപ്പൊ പഴയമാതിരി വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഹംദ ഇവിടുന്ന് വീഡിയോ ഇടുന്നുണ്ട്. ഇനി ഡെയിലി ഓരോ വണ്ടികൾ ഡെഡിക്കേറ്റ് ആയിട്ട് റീലും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ നമ്മളെല്ലാ വാഹനങ്ങളും ഡെലിവറിക്കല്ലേ സെറ്റായി. ഒരു സന്തോഷ മുഹൂർത്താണല്ലേ നമുക്കാണെങ്കിലും വണ്ടി വാങ്ങുന്നവർക്കാണെങ്കിലും. മാഷാഅല്ലാ, കാരണം വണ്ടികൾ എല്ലാം റെഡി ആയി നിൽക്കുക, ഒരുമിച്ചായി നമ്മൾ പെരുന്നാളിന് മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം 2 അങ്ങനെയൊക്കെ. അപ്പൊ ഏകദേശം ഒക്കെ ഒരുമിച്ച് കൈമാറാൻ തന്നെ സാധിച്ചു അല്ലെ? ഇതിൽ ഏതൊക്കെ വണ്ടികളാണ്? മെർസിഡീസ് ബെൻസിന്റെ GLC ഉണ്ട്, പജീറോ സ്പോർട്ട് ഉണ്ട്, ഫുള്ള് കൺവേർട്ട് ചെയ്ത വൈറ്റ് കളർ ഫോർച്യൂണർ ടൈപ്പ് ഇട്ട് ഒന്ന് ഫുള്ള് മോഡിഫൈ ചെയ്ത ഫോർച്യൂണർ ഉണ്ട്, ഫുള്ളി മോഡിഫൈഡ് താറുണ്ട്, എന്റെ സോണറ്റ് ബ്ലാക്ക് കളർ ഉണ്ട്, പിന്നെ ഇന്നോവ സിൽക്കി ഗോൾഡ് കളറിൽ 2 കിടിലൻ വണ്ടികൾ, ബി ഓപ്ഷൻ വണ്ടികളുണ്ട്, പിന്നെ അടിപൊളി ന്യൂ ഷേപ്പ് ഫോർച്യൂണറും ഉണ്ട്. അപ്പൊ ന്യൂ ഷേപ്പ് ഫോർച്യൂണർ ഉണ്ട്. അപ്പൊ ഇത്തരം വാഹനങ്ങളാണ് നമ്മൾ കൈമാറാൻ പോകുന്നത്. വെയിലിന്റെ ചൂട് കാരണം ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല അല്ലെ? നോമ്പും കൂടെ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞിട്ട്, നിങ്ങളെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പൊ ഡെലിവറികളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോണ് അല്ലെ? കസ്റ്റമർ വരുന്നതും അവർക്ക് വണ്ടി ഡെലിവറി കൊടുക്കണമൊക്കെ വീഡിയോയിൽ കാണിക്കാം.